നമസ്കാരം. വീണ്ടും വേടൻ വാർത്തയിലേക്ക്. വേടൻ വേട്ട തുടരുന്നു എന്ന വാർത്തയാണ് നാം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. വേടനെ പ്രത്യയശാസ്ത്രപരമായി നേരിടുക എന്ന ലക്ഷ്യത്തോടുകൂടി വിശ്വ ഹിന്ദു പരിഷത്താണ് ഇപ്പോൾ അതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്നത്. വേടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് BJP. വേടന്റെ തുണിയില്ലാച്ചാട്ടം അതിരുകവിയുന്നു എന്ന് KP ശശികല. വേടൻ ജിഹാദികളുടെ പണം പറ്റുന്ന ഒറ്റുകാരനെന്ന് RSS നേതാവ്. ഈ മൂന്ന് പ്രസ്താവനകൾക്കുമുള്ള വലിയ പ്രത്യേകത അതിന് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. കാരണം വേടൻ തൻ്റെ പാട്ടുകളിലൂടെ അവതരിപ്പിക്കുന്നത് വേടൻ്റെ സ്വത്ത് രാഷ്ട്രീയമാണ്. അത് വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രകടമാക്കുന്നുണ്ട്. വളരെ തീക്ഷ്ണമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയായി നമ്മൾ കണക്കാക്കണം. വേടൻ്റെ രാഷ്ട്രീയം അംബേദ്കറിസ്റ്റ് രാഷ്ട്രീയമാണ്. അംബേദ്കർ വളരെ മുമ്പ് പ്രഖ്യാപിച്ച കാര്യം വീണ്ടും വീണ്ടും പാട്ടിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ വേടൻ പുനരുൽപാദിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അംബേദ്കർ പറഞ്ഞത് തീവ്ര ഹിന്ദുത്വവും ജനാധിപത്യവും തമ്മിൽ കുലബന്ധമില്ല എന്നാണ്. എന്നുവെച്ചാൽ തീവ്ര ഹിന്ദുത്വമുള്ളിടത്ത് ജനാധിപത്യം പുലരുകയില്ല, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ തീവ്ര ഹിന്ദുത്വത്തിന് പ്രസക്തിയില്ല എന്നതാണ്. ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അത് കൊള്ളുന്നത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നെറുകയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള രീതിയിൽ RSSും BJPയും KP ശശികലയും വിശ്വ ഹിന്ദു പരിഷത്തുമെല്ലാം വേടനെതിരെ തിരിയുന്നതും വേടൻ വേട്ടയുടെ മുന്നണിയിൽ നിൽക്കുന്നതും എന്ന് നമുക്കറിയാവുന്നതാണ്. വേടൻ പറയുന്ന മറ്റൊരു കാര്യം അഴികൾക്ക് വാക്കുകൾ ഒതുക്കാനാവില്ല എന്നാണ്. മാത്രമല്ല, മനുഷ്യർക്ക് മരിച്ചു പോകും, പക്ഷേ അവരുയർത്തുന്ന ആശയം അതിനൊരിക്കലും മരണമില്ല എന്നുള്ളതാണ്. അഴികൾക്ക് വാക്കുകൾ ഒതുക്കാനാവില്ല എന്നത് തന്നെ കേസെടുത്ത് ജയിലിൽ ഒതുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത്. കാരണം തലച്ചോറിനെ വിലങ്ങണിയിക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? ചരിത്രത്തിൽ ആർക്കും സാധ്യമായ കാര്യമില്ല. മുൻപ് മുസോളിനിയുടെ ജയിലിൽ ഗ്രാംഷിയെ പാർപ്പിച്ചപ്പോൾ അന്ന് അവൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇയാളുടെ തലച്ചോർ കുറച്ചു കാലം ജയിലകത്ത് കിടക്കട്ടെ എന്നായിരുന്നു. പക്ഷേ ജയിലഴികൾക്ക് ഒരു കാരണവശാലും തലച്ചോറിനെ ചങ്ങലക്കിടാനാവില്ല എന്നത് ചരിത്രമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് വേടൻ ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു വിദ്വേഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിഷേധിച്ചതായിട്ടുള്ള വ്യവസ്ഥക്കെതിരെയാണ്, ചാതുർവർണ്ണത്തിനെതിരെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം വിശ്വ ഹിന്ദു പരിഷത്ത് കൊട്ടിഘോഷിക്കുന്നതായിട്ടുള്ള വിശ്വ ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ് യഥാർത്ഥത്തിൽ വേടൻ പൊളിക്കുന്നത്. വേടൻ പറയുന്നത് വേടൻ അധസ്ഥിതൻ്റെ ദളിതൻ്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ദളിതൻ്റെ സ്വത്വബോധത്തെയാണ് വേടൻ തൻ്റെ പാട്ടിലൂടെയും പ്രവൃത്തിയിലൂടെയും അവതരിപ്പിക്കുന്നത് എന്നുള്ള പ്രശ്നം. എന്ന് വെച്ചാൽ ആ സ്വത്ത് രാഷ്ട്രീയം അതിശക്തമായിട്ടുള്ള രീതിയിൽ അതീശത്വ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയും തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് RS നേതാവ് പറഞ്ഞത് വേടൻ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതി വർഗീയതയും ജാതിഭ്രാന്തും വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ വിഷമാണ് അദ്ദേഹം അമ്പലങ്ങളിൽ വന്ന് നമ്മളുടെ കുട്ടികളിലേക്ക് അടിച്ചു കയറ്റുന്നത് എന്നാണ്. അതിനെ അനുവദിക്കാൻ പാടില്ല എന്നാണ് RSS നേതാവ് പറയുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ഇതിൽ നിഴലിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയമാണ്. അതിനെതിരെ ശബ്ദിക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് വേടനും വേടൻ്റെ അനുയായികളും മാറിത്തീരുന്നു എന്നുള്ളതാണ്. വേടൻ എവിടെയെങ്കിലും ചില വേദികളിൽ പോയി ഇതേപോലെയുള്ള പാട്ട് നടത്തുകയോ അല്ലെങ്കിൽ പ്രസംഗം നടത്തുകയോ ചെയ്താൽ അവർക്കാർക്കും അതിലൊരു പ്രശ്നമായിട്ട് തോന്നുമായിരുന്നില്ല. പക്ഷേ വേടൻ പോകുന്നിടത്ത് പതിനായിരങ്ങളാണ് തടിച്ചുകൂടുന്നത്. ആ പതിനായിരങ്ങൾക്ക് ജാതിയില്ല എന്നുള്ളതാണ്. അവർ ദളിതർ മാത്രമല്ല,
സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ളതായ മനുഷ്യർ ഒത്തുകൂടുന്ന ഒരു കേന്ദ്രമായിട്ട് മാറിത്തീരുന്നു. അവിടെ ജാതി തന്നെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് അസഹനീയവും അസഹിഷ്ണുത ഉണ്ടാക്കുന്നതായിട്ട് മാറിത്തീരുന്നത്. അതുകൊണ്ടാണ് അതിനെതിരെ അവർ രംഗത്ത് വരികയും അതിശക്തമായിട്ട് വേടനെ എതിർക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചു, അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചു എന്ന ഒരു പേരിൽ കേസെടുക്കാനായിട്ട് അതിശക്തമായിട്ട് ഭരണകൂടത്തോട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിനെ പൊളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ അതിൻ്റെ ഒരു ചലനാത്മകതയും നമ്മളുടെ പഴയ കാലത്ത് നിലനിന്നിരുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പാരമ്പര്യാവസ്ഥ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമാകുകയാണ്. പഴയ കാലത്ത് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനായിട്ട് കഴിയുമായിരുന്നു. ഇന്നതിന് മാറ്റം വന്നിരിക്കുകയാണ്. സാങ്കേതികവിദ്യ അതിനെ മുഴുവനും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാങ്കേതികവിദ്യയുടെ വികാസത്തിൻ്റെ ഫലമായി ചുവട്ടുതൊഴിലാളിയുടെ മക്കൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാകുന്ന ലോകത്താണ് നാം താമസിക്കുന്നത്. അത് മാത്രമല്ല, പഴയ ഓരോ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മാരാരിൽ നിന്ന് രൂപം കൊണ്ട കുട്ടിക്കൃഷ്ണമാരാർ എന്ന് പറയുന്നത് ചെണ്ടകൊട്ടുകാരനായിരുന്നില്ല, പ്രമുഖനായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു. EMS എന്ന് പറയുന്നത് നമ്പൂതിരി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന അതിപ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. KG ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പുലയ വിഭാഗത്തിൽ നിന്ന് വന്ന അതിവിദഗ്ധനായിട്ടുള്ള ന്യായാധിപനായിരുന്നു. സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിച്ചത് തീർച്ചയായിട്ടും ഈ സാങ്കേതിക മാറ്റങ്ങളുടെ ഫലമായിട്ട് അതുവരെ നിലനിന്നിരുന്നതായിട്ടുള്ള ജാതി ഹൈറാർക്കിയുടെ തകർച്ചയുടെ ഫലമായിട്ട് തന്നെ KR നാരായണനും അതേപോലെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇന്നത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പോലും അങ്ങനെ ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാലം എല്ലാത്തിനും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും കുതിച്ചുകയറ്റത്തിൽ ഈ ജാതി ഹൈറാർക്കി എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേടൻ പാടുന്നത് റാപ്പ് സംഗീതമാണ്. അത് ഒരു കാരണവശാലും പട്ടികജാതി ഗോത്രത്തിൻ്റെ സംഗീതമല്ല എന്ന ശശികളുടെ കണ്ടെത്തലും അപ്രസക്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം വേടൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ജാതിയുടെ അതിർവരമ്പുകളെ മറികടന്ന് ലോക സംഗീത തലത്തിലേക്ക് തൻ്റെ സംഗീതത്തിൻ്റെയും തൻ്റെ കൂട്ടാളികളുടെ സംഗീതത്തിൻ്റെയും അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇനി അവർ നേരിടുന്നതായിട്ടുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിയെ മറികടക്കാനായിട്ടുള്ള വഴികളാണ് യഥാർത്ഥത്തിൽ വേടൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് വരുന്നു എന്ന് മാത്രം. എന്നുവെച്ചാൽ നിലനിൽക്കുന്ന എല്ലാവിധമായ അതിർത്തികളെയും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടുള്ള പുതിയ മനുഷ്യൻ്റെ പുതിയ കാലത്തിൻ്റെ ആവശ്യകതയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ പ്രകടമാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പഴയ കാലത്തെ കെട്ടിപ്പൊതിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രവ്യവസ്ഥയും തകർത്തെറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിൻ്റെ അത്യുജ്വലമായിട്ടുള്ള ഒരു ഭാവമായിട്ടാണ് ഇപ്പോൾ വേടൻ ഉയർന്നു നിൽക്കുന്നത്. മാത്രമല്ല, വേടനിപ്പോൾ വലിയ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നീ തമ്പുരാനല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു തമ്പുരാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇനി വേടനെ കാണുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കാലം മാറ്റിവെച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്ക് സമൂഹം മാറുക. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അതിൻ്റെ കാഴ്ചപ്പാടുകളെ പൊതുവെ തിരുത്തുക, പ്രത്യേകിച്ച് വേടൻ്റെ കാര്യത്തിലെങ്കിലും.